ഹലോ, ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ സമൂസ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ വെറുതെ ഇങ്ങനെ ടിക്ടോക്കിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോണ്ട് ഒരു താത്തണ്ട് എയർ ഫ്രയർ ഉപയോഗിച്ച് സമൂസ ഉണ്ടാക്കുക, നോമ്പല്ലേ, എണ്ണ ആവശ്യമില്ല, കൊളസ്ട്രോൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഇത് കണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾ കാണുന്നതാണ് സൗദിത്തെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടോ, അതൊക്കെ ഇതിലൊക്കെയാണ് ആൾക്കാർ താമസിക്കുന്നത് തോന്നുന്നു. മുൻപൊക്കെ ചിലപ്പോൾ ഇവിടെ സൗദികളായിരുന്നിരിക്കാം, പക്ഷേ ഇപ്പോൾ ഇവിടെ എല്ലാവരും വിദേശികളാണ്. ഫിലിപ്പീൻസ്, മലയാളികൾ, ഹിന്ദി സംസാരിക്കുന്നത് അവരൊക്കെയാണ് ഇവിടെ അധികം കാണുന്നത്. സൗദികളുടെ വീട് ഇവിടെ അധികം ഈ ഒരു ഏരിയയിലില്ല. അത് ഞങ്ങളുടെ കമ്പനീൻ്റെ തൊട്ട് ബാക്കിലാണ്. മെയിൻ റോഡല്ല, പോക്കറ്റ് റോഡാണ്. ഇതുവഴി ഷോർട്ട് കട്ട് അടിച്ചാൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ലുലുവിലെത്താം. അപ്പോൾ ലുലു പോയിട്ട് സമൂസൻ്റെ ഓല വാങ്ങിക്കണം. മെയിൻലി അതാണ് നമ്മളെ കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എയർ ഫ്രയറിൽ സമൂസ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം ഒന്ന് ഉണ്ടാക്കി വെക്കാൻ. നമ്മുടെ അടുത്ത് ഏതായാലും എയർ ഫ്രയർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കി വെക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ലുലുവിലോട്ട് വെച്ച് പിടിച്ചു ഗായ്സ്. ലുലു പോയിക്കൊണ്ടിരിക്കുക സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളെ നാട്ടിലുള്ള റോഡ് സൈഡിലുള്ള മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർ റോഡ് സൈഡിൽ മരം നട്ട് 2 നേരം നനച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ പ്രത്യേകത. അങ്ങനെ നമ്മൾ റെസിഡൻഷ്യൽ ഏരിയയും താണ്ടി നമ്മൾ ഒടുവിൽ ലുലുവിലെത്തിയപ്പോൾ വാവ് മാഷല്ലാ അടിപൊളി. റംസാൻ സൈലിൻ്റെ ഫുള്ള് സെറ്റപ്പ്, ഫുള്ള് ഒരു റമദാൻ്റെ തീം, പള്ളിയായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും. അപ്പോൾ അങ്ങനെ അധികം അപ്പുറം നോക്കാൻ നിന്നില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്താട്ടി വേഗം ചെന്നിട്ട് സമൂസൻ്റെ പോലെ എടുത്ത് അതേപോലെ ഇറങ്ങി ഓടി. അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള, വലിയ സവാളൻ്റെ 4 ഭാഗം, ഒരു പച്ചമുളക്, ഇഞ്ചി ഒരു കുഞ്ഞേ പീസ്, പിന്നെ 2 ഇല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ക്യാബേജിൻ്റെ ചെറിയൊരു പീസ്, അത് ഉപ്പിലൊക്കെ വാങ്ങിയതിൽ ചെറിയ പീസ് ബാക്കി ഉണ്ടായിരുന്നു, അതാണ്. പിന്നെ ഇതിന് പല പേരുണ്ട്. ഇതിന് സോസേജ് എന്ന് പറയും, കീമ എന്ന് പറയും, അറബി കുറച്ച് പരിഷ്കാരികൾ സോസേജ് എന്ന് പറയും. ഞാൻ ഇതിനെ ഇറച്ചി ചതച്ച് പൊതിഞ്ഞത് എന്ന് പറയും. അത് ഇറച്ചി അരച്ചിങ്ങണ്ട് പാക്ക് ചെയ്ത് വെച്ചത്, അത്രേ ഉള്ളൂ. പിന്നെ സമൂസൻ്റെ ഓല, അത് നമ്മൾ ഇന്നലെ വാങ്ങിയത് കേട്ടോ. അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സവാള ഗിരി പറഞ്ഞ മാതിരി അടിച്ച് തീർത്തിങ്ങനെ കേട്ടോ. ക്യാബേജ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അരിഞ്ഞിട്ടുണ്ട്, പിന്നെ അത് സവാള ഉണ്ട്, പിന്നെ ഇറച്ചി ചതച്ചത് ഞാൻ പറഞ്ഞില്ല, അത് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന അതേ പാൻ തന്നെ എടുക്കുക. അങ്ങനെ എടുത്താൽ എന്താ പറയുക, വേറെ പാത്രം എക്സ്ട്രാ കേൾക്കാനാവില്ല. ഓക്കെ, ടൈലോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ എന്താ ആ പാനിൽ തന്നെ ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ഉപ്പ്, കുറച്ച് ചിക്കൻ മസാല, പിന്നെ ഇതിനൊക്കെ പാടെ ഒരു 2-3 ഡ്രോപ്പ് വെളിച്ചെണ്ണ, ഓയിൽ, അത്ര ഇതിൽ ഓയിലിൻ്റെ ഇത് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഓയിലില്ലാത്ത സംഭവമാണ്. ശേഷം ഈ ഐറ്റംസ് എല്ലാം കൂടെ കൂടിക്കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ശേഷം നമ്മൾ നല്ല മിക്സ് ചെയ്തതിൻ്റെ ശേഷം അടുപ്പിൽ വയ്ക്കുക, ഇളക്കി കൊടുക്കുക. ഇതാ ഇവിടെ മസാല ഓൾമോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്തായിട്ടും ചൂടാറാൻ വെക്കും കുറച്ച് നേരം. അതിൻ്റെ ശേഷം സമൂസയിലോട്ട് ഫില്ല് ചെയ്യും. ഇതാണ് നമ്മൾ ഇന്നലെ വാങ്ങിക്കൊടുന്ന സമൂസൻ്റെ ഓല കേട്ടോ. അങ്ങനെ സമൂസൻ്റെ ഓല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചുറ്റണത് വീഡിയോ എല്ലാം ഞാൻ തന്നെ എടുക്കായതുകൊണ്ട് ചുറ്റിൻ്റെ വീഡിയോ അല്ല കേട്ടോ, ചുറ്റി കഴിഞ്ഞിട്ടുള്ളത് കാണാം. അങ്ങനെ ചുറ്റിയാണ്ട് എന്തൊക്കെയോ ഒരു ഷേപ്പ് ഓലപ്പടക്ക പോലെ ഇരിക്കുന്നുണ്ട് ചിലതൊക്കെ. പിന്നെ മൈദ ഉപയോഗിച്ച് പശ ഉണ്ടായതുകൊണ്ടേ ഒട്ടിച്ച് ഞാനത് ഒപ്പിച്ചിട്ടുണ്ട് ഒരുവിധം. ഞാനൊരു 6 ഉണ്ടാക്കുന്ന ഉദ്ദേശിച്ചത്, ലാസ്റ്റ് ഉണ്ടാക്കി വന്നപ്പോൾ 10 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിഞ്ഞത് എയർ ഫ്രയറിൽ വെക്കാൻ പോവാണ്. അപ്പോൾ എയർ ഫ്രയർ നമ്മൾ പ്രീ ഹീറ്റ്
ചെയ്യണം കുറച്ച് നേരം. കാരണം അതിൻ്റെ അടിയത്തെ പാത്രം കഴുകിയതുകൊണ്ട് അതിൽ ഇച്ചിരി വെള്ളമുണ്ട്. അപ്പോൾ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സാധനം ഇടുന്നതിൻ്റെ മുന്നൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് നേരം, ഒരു 10-30 സെക്കൻഡ്. അത് കഴിഞ്ഞാൽ ഇതിലോട്ട് സമൂസ വെക്കാം. അപ്പോൾ നമ്മൾ ഗ്യാപ്പിട്ട് വെച്ച സാധനം എയർ ഫ്രയറിൻ്റെ ഉള്ളിലോട്ട് കയറ്റി എന്താ 200 ഡിഗ്രിയിൽ ചൂട് വെച്ച് 10 മിനിറ്റ് ടൈമും വെച്ചിട്ടുണ്ട്. സമൂസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മറ്റേ പള്ളിക്ക് ചോറ് വാങ്ങാൻ പോകുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ ചോറ് വാങ്ങാൻ പോകണം. ചോറ് പറഞ്ഞാൽ മറ്റേ കപ്സ. അപ്പോൾ വാങ്ങിച്ചു തരാം. ഓക്കെ. സിഗ്നലിലൊക്കെ ഫുള്ള് തിരക്കാണ് ഗായ്സ്. എല്ലാവരും നോമ്പ് തുറക്കാൻ പോകണതിൻ്റെ ഭയങ്കര തിരക്ക്. അങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി, ഫ്രൈ ആയതുകൊണ്ട് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിടട്ടോ. അങ്ങനെ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ഒരു സമൂസൻ്റെ ഒരു ലുക്കില്ല. നല്ലോണം വെന്തൊക്കെ ചെയ്തിരിക്കണ്, പക്ഷെ എണ്ണയിൽ പൊരിച്ചതിൻ്റെ ഒരു ലുക്കില്ല. ഞാൻ നോമ്പ് തുറന്നിട്ട് തിന്നുമ്പോൾ എന്താണെന്ന് നോക്കട്ടെ കേട്ടോ. എക്സൈറ്റഡ് ഗൈസ്, എക്സൈറ്റഡ്. നമ്മളെ എയർ ഫ്രയർ വാങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ചുട്ട് നോക്കണം. തിന്നുകൊണ്ട് കേട്ടോ. കുഴപ്പമില്ല. എണ്ണയിൽ വെച്ചിട്ട് ടേസ്റ്റൊന്നും ഇല്ല ഒന്നും. പക്ഷെ എണ്ണയിലല്ലോ, അതാണ് ഇതിൻ്റെ ഗുണം.